യോ ഗൈസ് രാവിലെ തന്നെ ഒരു മൂടുമില്ലാതെ നമ്മൾ നേരെ പോവാണ് സ്കൂളിലോട്ട്. കാരണം നമുക്ക് ഇന്ന് വേറെ പരിപാടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിന് കാത്തുനിന്ന് ബസ് കിട്ടാൻ അവസാനം ഓസി ഇടിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ കഴിഞ്ഞ് നമ്മൾ എന്തായാലും സ്കൂളിലെത്തിയപ്പോൾ ഈറ്റിങ്ങൾ ഓരോ സൈഡിൽ നിന്ന് ഓരോ പണി നടക്കുന്നു ഗൈസ്. എന്താണ് ചെയ്യുക? നമ്മൾ ഒരുത്തിയത് അവിടെ വല്ലാത്ത പഠിത്തത്തിൽ തന്നെയാണ് ഗൈസ്. എന്താണ് ചെയ്യുക? അങ്ങനെ നമ്മൾ സൈഡിലോട്ട് പോയപ്പോൾ ഒരുത്തിക്ക് വല്ലാത്ത നാണം. എന്തിന്റെ നാണം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മൾ വേറൊരുത്തരെ നോക്കിയപ്പോൾ ഒരുത്തനത് അവിടെ കള്ളുവിനെ പോലെ കുത്തിരിക്കുന്നു. എന്താണ് പറയുന്നത്? പിന്നീട് അവിടെ മറ്റൊരുത്തൻ ഉള്ളിലത്തെ കഴിവ് പുറത്തിറക്കി കാണിക്കുന്നു ഗൈസ്. എന്ന് പറയാൻ ജന്മന ഒരു കഴിവേറിയാണ്. അങ്ങനെ നമ്മൾ നേരെ തെങ്ങ് കുഴിച്ചിടാൻ പോയി ഗൈസ്. തെങ്ങ് കുഴിച്ചിട്ടതിന് ശേഷം നമ്മൾ കറങ്ങാൻ ഇറങ്ങിയ ശേഷം നമ്മൾ വട്ടക്കറങ്ങി തിരിച്ച് സ്കൂളിലേക്ക് എത്തി ഗൈസ്. തിരിച്ചു വന്നവൻ കണ്ട കാഴ്ചയാണ് ഈ കാഴ്ച. അവളുടെ ഇല്ലാത്ത കാമുകനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നു. ഇവളിപ്പം ഡിപ്രഷനിലാണെന്നാണ് പറഞ്ഞു കേട്ടത് കേട്ട. മറ്റൊരുത്തന് ഇതവിടെ സത്യസന്ധമായി പണിയെടുക്കുന്നു. ബാക്കിയുള്ളവർ അമ്പളിക്കുമ്പോൾ ഇവൻ മാത്രമാണ് ഇവിടെ പണിയെടുക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ കുറെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മളെ നേരെ വീട്ടിലോട്ട് പോയി വിചാരിച്ചു. എന്തായാലും എന്നെ കണ്ടിട്ട് വല്ല ബംഗാളി ലുക്ക് പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു കൂട്ടക്കൊലപാതകം കണ്ടു ഗൈസ്. രണ്ടാൾ ചേർന്ന് കൊന്നിരിക്കുന്നു ഗൈസ്. എന്തോന്ന് പറയാൻ. അന്നത്തെ നമുക്ക് ഇതൊക്കെ വിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയാൽ. നമ്മൾ അടുത്ത വീഡിയോ കാണാം. അതൊരു ബൈ ഗൈസ്.